ഹായ്, ഡോംസിന്റെ Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഡോംസിന്റെ ബിസിനസ് അനാലിസിസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ സംസാരിച്ചാണ്. സോ ബിസിനസിനെ പറ്റി ധാരണ ഇല്ലാത്തവർക്ക് ആ വീഡിയോ കണ്ടാൽ ഏകദേശം ഒരു ധാരണ വരും. അതിനുശേഷം ആക്റ്റീവായിട്ട് ട്രാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈ Q3 റിസൾട്ട് നോക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ Q2 അവർക്ക് ഏകദേശം 24% റവന്യൂ ഗ്രോത്തും അതേപോലെ 13-14% പ്രോഫിറ്റ് ഗ്രോത്തും ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിരുന്നില്ല. അതായത് പാറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞ് റവന്യൂ ഗ്രോത്തിനെ കഴിഞ്ഞ് കുറവായിരുന്നു. അത് മാനേജ്മെന്റ് ഓൾറെഡി ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ എബിറ്റ മാർജിന്റെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 16.5 to 17.5 ആണ്. കാരണം വെച്ചാൽ അവർ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പുതിയ ക്യാപെക്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ്, എംപ്ലോയി കോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വരുന്ന കുറച്ച് നാളുകളിലേക്ക് അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഒരു ധാരണയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഗ്രോത്ത് പക്ഷേ 24% ആയിരുന്നു കഴിഞ്ഞ ക്വാർട്ടർ വരെ കാണിച്ചിരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിരുന്നു. നമുക്ക് Q3 റിസൾട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ റവന്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 18% ആണ്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 13% ആണ് അവർക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ളത്. പ്രോഫിറ്റിന്റെ മാർജിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 10.4% ആണ് കമ്പനിക്ക് പാറ്റ് മാർജിൻ ആയിട്ടുള്ളത്. എബിറ്റ മാർജിൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 17.9 17.8 ആ ഒരു റേഞ്ചിലാണ് അവരുടെ ഈ എബിറ്റ മാർജിൻസ് ഉള്ളത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് അവരുടെ സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞായിട്ട് കാണാൻ പറ്റും. 24 നിന്ന് 18 ആയിട്ട് കുറഞ്ഞായിട്ട് കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ബിസിനസ് അനാലിസിസ് ചെയ്ത സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് കഴിഞ്ഞ Q3 അതായത് Q2 എൻഡിലാണ് യൂണിക് ലാൻഡ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അക്വയർ ചെയ്തിരുന്നത്. അതിൽ വൗപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ കുട്ടികളുടെ ഡയപ്പറും കാര്യങ്ങളൊക്കെയാണ് സെല് ചെയ്യുന്നത്. ആ യൂണിക് ലാൻഡ് കഴിഞ്ഞ Q2 എൻഡിൽ അവർ അക്വയർ ചെയ്തുകൊണ്ട് തന്നെ യൂണിക് ലാൻഡിന്റെ ഫുൾ ബിസിനസ് വന്നിരിക്കുന്ന Q3 തൊട്ടാണ് പ്രോപ്പറായിട്ട് ഫുൾ ഒരു ക്വാർട്ടറിൽ യൂണിക് ലാൻഡ് ബിസിനസ് വരാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ Q3 ബേസ് കൂടുതലാണ്. സോ അവിടെ തൊട്ട് ഈ Q3 നോക്കുവാണ് കൃത്യമായിട്ട് അവരുടെ സെയിൽസ് ഗ്രോത്ത് എത്രയാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ യൂണിക് ലാൻഡ് ബേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ യൂണിക് ലാൻഡിൽ നിന്ന് വരുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ബിസിനസ് ആണ്. സോ ഇവരുടെ ടോപ്പ് ലൈനെ കൂടുതലായിട്ട് ഗ്രോത്ത് കാണിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ അന്നേരം തന്നെ സംസാരിച്ചാണ് ഈ ഒരു 18% എന്ന് പറയുന്നതാണ് അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത്. മാനേജ്മെന്റിന്റെ ഗൈഡൻസും 18 to 20% ഗൈഡൻസ് ആണ് മാനേജ്മെന്റ് തന്നിരിക്കുന്ന കമ്പനിയിൽ. അവരുടെ ബാക്കി ക്യാപെക്സിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അവർ ജമ്മുവിൽ പുതിയൊരു സ്ഥലവും അതേപോലെ തന്നെ പ്ലാന്റും അക്വയർ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഒരു വുഡ് പ്രോസസിംഗ് ഫെസിലിറ്റിയാണ് വരുന്നത്. അത് പെൻസിലിന്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, പെൻസിലിന്റെ ബിസിനസ്സിനെ. സോ അതവിടെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ സ്ഥലവും അതേപോലെ തന്നെ ബിൽഡിങ്ങും അക്വയർ ചെയ്തിട്ടുണ്ട്. പിന്നീട് അവരുടെ 44 ഏക്കറിൽ നടക്കുന്ന ഡെവലപ്മെന്റ് അത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. വരുന്ന Q2 അത് എൻഡ് ചെയ്യും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സമയത്ത് കമ്മീഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് PPTയിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഇതിൽ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ അവരുടെ Q3 റിസൾട്ടിന്റെ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത്. കാരണം മാനേജ്മെന്റ് കമന്ററി വരുന്നത് എനിക്ക് February 2 അല്ലെങ്കിൽ February 3 ആണ്. സോ അത് കേട്ടതിന് ശേഷം അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അവരുടെ റിസൾട്ട് അപ്ഡേറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ റിസൾട്ട് അപ്ഡേറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എക്സ്പോർട്ടിന്റെ ഇവരുടെ പെർസെന്റേജ് കുറഞ്ഞായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ 14% അവർക്ക് എക്സ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു ക്വാർട്ടർ ആകുമ്പോഴത്തേന് 11% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. കാരണം US താരിഫും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് അവർ പറഞ്ഞിരുന്ന ലാറ്റിൻ അമേരിക്ക പോലെ വേറെ രാജ്യങ്ങളിലേക്ക് ഇവർ എക്സ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഈ ഒരു ക്വാർട്ടറിൽ നോക്കുമ്പോഴത്തേന് 14% അത് 11% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല സൈൻ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മാർജിൻസിനെ കുറച്ചുകൂടെ കൂടുതലായിട്ട് കുറയ്ക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. കാരണം എക്സ്പോർട്ടിന് കുറച്ചുകൂടെ മാർജിൻസ് കൂടുതലാണ്. അപ്പോൾ അത് എന്താ കുറഞ്ഞെന്നുള്ളതൊക്കെ നമുക്ക് മാനേജ്മെന്റ് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കി ഇവരുടെ എബിറ്റ മാർജിൻസ് ഒക്കെ മാനേജ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗൈഡ് ചെയ്തതിന്റെ മുകളിൽ തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള റിസൾട്ടിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, കമ്പനിയുടെ ഇപ്പോൾ ഗ്രോത്ത് എന്ന് പറഞ്ഞ മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത് 18 to 20% ആണ്. അതിനനുസരിച്ചിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ കഴിഞ്ഞ ക്വാർട്ടറുകളിലൊക്കെ നോക്കിയാൽ 24-25% ഗ്രോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞൊരു ഒരു വർഷത്തിന് മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 20% മുകളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. അവിടുന്ന് ഇപ്പോൾ നോക്കുമ്പോൾ അവരുടെ ഗൈഡൻസും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കമ്പനിക്ക് ഓൾറെഡി കിട്ടുന്നില്ല. അത് ഓൾറെഡി മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജും കിട്ടുന്നില്ല, സെയിൽസ് ഗ്രോത്തിന്റെ സ്പീഡ് വർക്ക് കുറഞ്ഞിട്ടുണ്ട്. സെയിം ടൈമിൽ നമ്മൾ ഇതേ കോമ്പറ്റീഷനുള്ള ഫ്ലെയർ നോക്കിയാൽ ഫ്ലെയറിന്റെ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞൊരു 3 വർഷമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 4% ആയി 10% ആയി. അവിടുന്ന് ഇപ്പോൾ ഏകദേശം 20% കമ്പനി ഗ്രോ ചെയ്തിരിക്കുന്നത്. 15% മുകളിൽ ഗ്രോ ചെയ്യുന്നതാണ് മാനേജ്മെന്റിന്റെ ഗൈഡൻസ്. പക്ഷേ ഫ്ലെയർ ക്ലിയർ ആയിട്ട് 20% ഗ്രോ ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ നോക്കിയാൽ നമ്മൾ ഒരു വർഷം മുമ്പ് നോക്കിയാൽ ഫ്ലെയറും ഡോംസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു ഗ്രോത്തിന്റെ കാര്യത്തിൽ. ഡോംസ് 20-25% മുകളിൽ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഫ്ലെയർ എന്നാൽ ആ സമയത്ത് ഏകദേശം 10% ഗ്രോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഫ്ലെയർ ഡോംസിന്റെ ഗ്രോത്തിനെ കഴിഞ്ഞ് മുകളിൽ ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഡോംസിന്റെ നമ്മൾ പെഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്താൽ ഇപ്പോഴത്തെ അവരുടെ P എന്ന് പറഞ്ഞ ഏകദേശം 65-66 ആ ഒരു റേഞ്ചിലാണ്. അവരുടെ ഫോർവേഡ് P എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് ഏകദേശം ഒരു 60-61 ഫോർവേഡ് P വരുന്നത്. അതിൽ വെച്ചിട്ട് നമ്മൾ അവരുടെ പെഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്താൽ 18-20% ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഈ പറഞ്ഞ ഫോർവേഡ് P എന്ന് പറയുന്നത് 60 വരുന്നത്. അപ്പോൾ അവരുടെ പെഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3 മുകളിലാണ് അവരുടെ പെഗ് റേഷ്യോ ഉള്ളത്.
സെയിം ടൈമിൽ നമ്മൾ ഫ്ലെയറിന്റെ പെഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഫ്ലെയറിന് ഏകദേശം 18-20% അറൗണ്ട് 20% ആണ് ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ 22-23 ആണ് അവരുടെ ഫോർവേഡ് പിയും വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 1.1 1.2 ഇടയ്ക്കാണ് അവരുടെ പെഗ് റേഷ്യോ വരുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ പെഗ് റേഷ്യോ നോക്കിയാൽ നല്ല ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഡോംസിന് എന്തുകൊണ്ട് ഈ ഒരു ഹൈ പി കിട്ടിയെന്നുള്ള കാര്യം നമ്മൾ നോക്കിയാൽ അവർ നല്ല ഗ്രോത്ത് അവർ നേരത്തെ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തിരുന്നു. നല്ല രീതിയിൽ ക്യാപെക്സ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു സെക്ടറിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ഡോംസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 ക്വാർട്ടറായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തൊരു ചേഞ്ച് വരുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഫ്ലെയർ ആ ഒരു രീതിയിൽ, അത് അവരുടെ ലോ ആയിട്ടുള്ള ഗ്രോത്തിൽ നിന്ന് ഒരു ഹൈ ഗ്രോത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അത് പെട്ടെന്നുള്ളൊരു മാറ്റമൊന്നുമല്ല. അവർ കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് പ്രോപ്പറായിട്ടാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ ഡോംസിന് മുകളിൽ പെർഫോം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേർക്ക് ഏകദേശം 13% ആണ് പാറ്റ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഈ ഡോംസ് 18% ഗ്രോ ചെയ്തപ്പോൾ അവർ ഫ്ലെയർ 20% ആണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഡോംസിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇവരുടെ പാറ്റ് മാർജിൻ കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് ഇവരുടെ പാറ്റ് ഓപ്പറേറ്റിംഗ് ലിവറേജ് പ്രോപ്പറായിട്ട് കിട്ടാതെ ഇവർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഫ്ലെയറിന്റെ കാര്യം നോക്കുമ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. മാനേജ്മെന്റ് ഗൈഡൻസ് അടക്കം നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന ക്വാർട്ടറുകളിൽ കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇവർ ഈ ഒരു രീതിയിൽ 20% അടുത്ത് ഗ്രോ ചെയ്യുക, അതുപോലെ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുകയോടെ ചെയ്ത് കഴിഞ്ഞാൽ ഡോംസിന് മുകളിൽ അവർ പെർഫോം ചെയ്യാനായിട്ട് തുടങ്ങും. ആ സെയിം ടൈമിൽ നമ്മൾ പി റേഷ്യോ നോക്കിയാൽ ഈ ഡോംസിന് ഏകദേശം 60-65 പി കൊടുക്കാൻ ആൾക്കാർ റെഡിയായിരുന്നു. അതുകൊണ്ട് പക്ഷേ ഈ സെയിം ടൈമിൽ ഈ ഫ്ലെയറിൽ നോക്കിയാൽ 20-23 ഒക്കെയാണ് അവരുടെ പി റേഷ്യോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലെയർ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഫ്ലെയറിന്റെ സ്റ്റോക്കിൽ റീ റേറ്റിംഗ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോംസ് ഈ ഒരു രീതിയിലാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഹൈ പിയിൽ അവർക്ക് ഇനി അതിനകത്ത് റീ റേറ്റിംഗ് കിട്ടാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് സ്റ്റോക്കിന് നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നാളെ ഒരു ബുൾ റാലി വരുന്ന സമയത്താണെങ്കിൽ പോലും നല്ല ഗ്രോത്ത് ഉള്ള കമ്പനികളിലേക്കായിരിക്കും കൂടുതൽ ഫണ്ട് വരിക. അത് നോക്കുമ്പോൾ ഡോംസിന്റെ ഗ്രോത്ത് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെയിം ടൈമിൽ ഫ്ലെയറിന്റെ ഗ്രോത്ത് മുകളിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ആരാണ് ലീഡ് ചെയ്യുന്നത് നോക്കിയാൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞാൽ ഫ്ലെയർ ആണ് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് പറ്റും. പക്ഷെ അവർ ഈ ഒരു ഗ്രോത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് അടുത്ത 2-3 ക്വാർട്ടർ കൂടെ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അവരുടെ കൺസിസ്റ്റൻസിലായിരുന്നു നേരത്തെ ഇഷ്യൂ ഉള്ളത്. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ അവർ ക്ലിയർ ആയിട്ട് അതിനകത്തൊരു ചേഞ്ച് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും നമുക്ക് വരുന്ന ക്വാർട്ടറിലൊക്കെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ലിങ്കിന്റെ റിസൾട്ട് വരാനുണ്ട്, അതേപോലെ തന്നെ കൊക്കോ ക്യാമലിന്റെ വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ ചെറിയൊരു വീഡിയോ ചെയ്യാം. അതിനുശേഷം നമുക്ക് മൊത്തത്തിൽ ഈ ഒരു സെക്ടറിനെ ഒന്നൊന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.